ഓക്കെ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രികാലവും ഞങ്ങൾ ചുരുക്കം പേരായിട്ട് കർത്താവ് നിൻ്റെ സന്നിധിയിൽ നിൻ്റെ വിലയേറിയ ദാസനുമൊക്കെ ആയിട്ട് കൂടിയിരിക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ചെയ്ത ഈ നന്മയ്ക്കായി ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് സന്ധ്യാസമയങ്ങളിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുവാൻ ഞങ്ങൾക്ക് ഒരു ദൈവമുള്ളതിനാൽ, ഞങ്ങൾക്ക് ഒരു രക്ഷകനുള്ളതിനാൽ ഞങ്ങളങ്ങ് വീണ്ടും സ്തുതിക്കുകയാണ് കർത്താവെ, സ്തോത്രം ചെയ്യുന്നത്. കർത്താവെ, മറ്റുള്ളവർക്ക് കർത്താവെ അവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് പറയുവാൻ ആരുമില്ല. ആമീൻ കർത്താവെ. എന്നാലും ഞങ്ങൾക്ക് കർത്താവ് യേശു ക്രിസ്തു ഉള്ളതുകൊണ്ട് ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, മഹത്വം ദൈവമേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വീണ്ടും ഇന്ന് വെളിപ്പാട് പുസ്തകത്തിലേക്ക് തന്നെ കടന്നു വരാം. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം. ഞാൻ നിന്റെ പ്രവൃത്തി, നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്ന് അറിയുന്നു. എങ്കിലും ഞാൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. ആമീൻ. ഹല്ലേലൂയ. കർത്താവ് തൈത്തീര സഭയോട് പറയുന്ന ദൂതാണ് ഇത്. ഈ തൈത്തീര സഭയോട് മാത്രമുള്ള ഒരു ദൂതാണിത്. കാരണം 7 സഭകളോടുമുള്ള ദൂതല്ല, ഇതൊരു യൂണിവേഴ്സൽ ചർച്ചിനോടുള്ള ദൂതല്ല, മറിച്ച് തൈത്തീര സഭയോടുള്ള ഒരു ദൂതാണ്. ഹല്ലേലൂയ. മറ്റുള്ള സഭകളെക്കാളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ പോകുന്ന ഒരു സഭയാണിത്. അതിൻ്റെ കുറവുകളും അതിൻ്റെ നന്മകളെയും എടുത്തു കാണിച്ച് കർത്താവ് അവരുടെ തിന്മകളെ ശാസിക്കുകയും നന്മകളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്ന നല്ലവനായ ദൈവം നമ്മുടെ മധ്യത്തിൽ ഇന്നുമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അവരുടെ ഹിഡനായിട്ടുള്ള എല്ലാ പ്രവൃത്തിയും ദൈവം കണ്ടു. അവരുടെ ഹിഡനായിട്ടുള്ള ആക്ട് എന്ന് പറഞ്ഞാൽ അവർ, ഹല്ലേലൂയ, അന്നത്തെ കാലത്തൊക്കെ നമുക്കറിയാം, രാഷ്ട്രീയമായിട്ടും അല്ലാതെയും ഒക്കെയും ദൈവവചനം പ്രചരിപ്പിക്കാൻ അവർക്ക് തടസ്സങ്ങളുണ്ട്, ഭയങ്കര തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളൊക്കെ മറികടന്ന് അവർ പലപ്പോഴും പല വീടുകളിലും കടന്നുപോയി ദൈവത്തെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് അവർ പറയുകയും എന്തു വന്നാലും വേണ്ടിയില്ല ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച്. കാരണം അവർക്ക് സ്വന്തം അനുഭവമുണ്ട്. കർത്താവ് യേശു ക്രിസ്തു അവരോട് ചെയ്തത്, അവരുടെ രോഗികളെ സൗഖ്യമാക്കിയത്, സ്വർഗരാജ്യത്തിന് അവകാശം തന്നത്, രക്ഷയുടെ അനുഭവം തന്നത്, കാൽവരിയിൽ കിടന്ന് മരിച്ച യേശു ആരെയും കുറ്റം പറയാതെ, ഹല്ലേലൂയ, തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നത്, ഇതൊക്കെയും അവർക്ക് പറയുവാനുണ്ട്. ഹല്ലേലൂയ. ഭൂതങ്ങളെ വിടുവിച്ചത്, കുടുംബങ്ങളിൽ സമാധാനം കൊടുത്തത്, അങ്ങനെ ആയിരക്കണക്കിന് കാര്യങ്ങൾ യേശുവിനെക്കുറിച്ച് അവർക്ക് പറയാനുണ്ട്. അത് പറയാതെ അവർക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ആര് തടഞ്ഞാലും അവർ കർത്താവ് യേശുവിനെ കുറിച്ച് അവർ ഓരോ വീടുകളിലും പോയി, ആരും അറിയാതെ അവർ പോയി പറയുമായിരുന്നു. ഹല്ലേലൂയ. അന്നത്തെ ഈ തൈത്തീര സഭ. ഹല്ലേലൂയ. നമ്മൾ ഇന്നും ന്യൂസിൽ കാണുവാനിടയായി തീർന്നു. കഴിഞ്ഞ ദിവസം, ഹല്ലേലൂയ, ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അവർ ജയിലിലാക്കി. അത് വളരെ കോളിളക്കമുണ്ടാക്കി. അതിനുശേഷം അവർ ജയിലിൽ നിന്ന് വിട്ടുവെങ്കിലും അവരുടെ പേരുള്ള കേസ് മുഴുവൻ എടുത്ത് കളഞ്ഞിട്ടില്ല. അവർ ചെയ്ത പ്രവൃത്തി എന്താണ്? പാവങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു ചെന്ന്, അവിടെ കുഷ്ഠരോഗികൾ ഇന്നുമുണ്ട്. ആ കുഷ്ഠരോഗികളെല്ലാം ഈ മരുഭൂമി പ്രദേശത്തിലൂടെയൊക്കെ നടന്നു പോയി അവർ ചെന്ന് കുഷ്ഠരോഗികളെ അവരുടെ കൈകാലുകൾ കഴുകി കുളിപ്പിച്ച്, എല്ലാവരും ഉപേക്ഷിച്ച് കിടക്കുന്ന, വ്രണം പിടിച്ച് കിടക്കുന്നവരെ കഴുകി അവരെ വൃത്തിയാക്കി ആ ദൈവസ്നേഹം പ്രാക്ടിക്കലായിട്ട് അവരെ കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അവർ ഇന്ന സഭയിലേക്ക് വരണമെന്നൊന്നും അവർ പറഞ്ഞില്ല. കർത്താവിൻ്റെ സ്നേഹം ഇന്നതെന്ന്, നമുക്കൊരു രക്ഷകനുണ്ട് എന്ന് അറിയിക്കുവാൻ വേണ്ടി അവർ ചെയ്ത പ്രവൃത്തി. ഹല്ലേലൂയ. എന്നാൽ അത് ഇനി മേലാൽ ചെയ്യരുതെന്നൊരു തർജ്ജനം പോലെ നിലവിലുണ്ട് എങ്കിലും ഇന്ന് ഒരു ന്യൂസിൽ കാണുവാനിടയായി തീർന്നു. ഒഡീഷയിൽ കുറച്ച് പുരോഹിതന്മാരും കന്യാസ്ത്രീകളും അവിടെ ആദിവാസി കേന്ദ്രത്തിൽ ഒരു ഭവനത്തിൽ അവർ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ 10-70 ബജറംഗദള് ആൾക്കാർ അവരുടെ മോട്ടോർ സൈക്കിളെല്ലാം പൊട്ടിച്ച് കളഞ്ഞ്, നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങൾ
ആദിവാസി ഏരിയയിൽ നിങ്ങൾക്ക് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് അവർ ഉപദ്രവിക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നു. അതിലൊരച്ഛനും അത് വണ്ടി ഓടിച്ച ഡ്രൈവർക്കൊക്കെ തല്ല് കിട്ടുവാനിടയായിത്തീർന്നു. ഹാലേലുയ. അപ്പോൾ കുറച്ച് 2 ദിവസം മുമ്പാണ് ഛത്തീസ്ഗഡിൽ ഈ പ്രശ്നമുണ്ടായത്. എങ്കിലും ആരെയും ഭയന്ന് വീട്ടിലിരിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവർ ആ കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കാൻ അവർ കടന്നു പോയതുപോലെ ആദിമസഭയിലും തൈത്തീര സഭയിലും ഇതുപോലെ ആരും അറിയാതെ അവർ അതിൻ്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് അറിയിച്ച് പരസ്യം എടുക്കുവാനോ ഒന്നും അവർ ആഗ്രഹിച്ചില്ല. അവർ ദൈവത്തോടുള്ള സ്നേഹത്താൽ അവർ മറ്റുള്ള ഭവനങ്ങളിൽ കടന്നുപോയി. ഈ പറഞ്ഞതുപോലെ അവർക്ക് ആതുര ശുശ്രൂഷ ചെയ്തു, അവരുടെ രോഗികളെ സന്ദർശിച്ചു. ഇതെല്ലാം അവർ ചെയ്യുമായിരുന്നു. ഹാലേലുയ. അതാണ് അവരുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഹാലേലുയ. ഐ നോ ദൈ വർക്ക്സ്, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. ഹാലേലുയ. ഐ നോ ദൈ വർക്ക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഐ നോ ദൈ വർക്ക്സ് എന്ന് പറഞ്ഞാൽ അവരാരും അറിയാതെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു അവർ ചെയ്ത പ്രവൃത്തി. ഹാലേലുയ. അത് കർത്താവ് പറയുക, ഐ നോ ദൈ വർക്ക്സ്, നിങ്ങൾ വിചാരിക്കുന്നത് ആർക്കും അറിയില്ല എന്ന്. ഹാലേലുയ. അഗ്നിയാലയ്ക്കൊത്ത കണ്ണുള്ളവൻ എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ഐ നോ ദൈ വർക്ക്സ്, നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന, നിങ്ങൾ ആരും അറിയണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു. ഹാലേലുയ. അതുപോലെ ഹാലേലുയ അനേകർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള അനേകം മനുഷ്യർ, അനേക ദൈവദാസന്മാർ ഇന്ത്യയിലുണ്ട്, നമുക്കറിയാം. ഹാലേലുയ. അവർ ഇതൊന്നും പരസ്യപ്പെടുത്തിയിട്ടില്ല, പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ വളരെ ഈസിയാണ്. ഒരു ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ, ഇൻസ്റ്റഗ്രാം ഇതുപോലുള്ള മീഡിയകളുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പ്രചരിപ്പിക്കാം. പക്ഷേ അവർക്ക് അതൊന്നും വേണ്ട. ഞങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം മതി, ഇതാരും അറിയിക്കേണ്ട എന്ന് വിചാരിച്ച് ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തികളും, നിൻ്റെ ഹിഡനായിട്ടുള്ള പ്രവൃത്തികൾ, നീ ചെയ്തിട്ടുള്ള സേവനങ്ങൾ, നീ ആരുടെയെങ്കിലും ഭവനത്തിൽ സന്ദർശിച്ച് അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ദൈവം പറയുന്നു ഐ നോ ദൈ വർക്ക്സ് എന്ന് പറയുന്നു. ഹാലേലുയ. ഹെബ്രായർ 6:10 ഒന്ന് വായിക്കാമല്ലോ. ഹെബ്രായർ 6:10. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണുന്ന സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളതല്ല. ഹല്ലേലൂയ. ദൈവം അനീതിയുള്ള ദൈവമല്ല, അത് മറന്ന് കളയുന്നവനല്ല. ഹാലേലുയ. ദൈവം അത് സ്വർഗത്തിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ ചെയ്തത്, ഹാലേലുയ, എൻ്റെ കിടപ്പേടം പോലും വിറ്റ് ഞാൻ പലരെയും സഹായിച്ചത്, അല്ലെങ്കിൽ ഞാൻ പലർക്കും വീട് വെച്ച് കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ പലർക്കും വസ്ത്രം വാങ്ങിച്ചു കൊടുത്തത് ആരും അറിഞ്ഞിട്ടില്ല എന്നല്ല. കർത്താവ് പറയുന്നു ഞാനത് അറിഞ്ഞു, ഞാനത് സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗോഡ് ഈസ് നോട്ട് അൺറൈറ്റിയസ് ഫോർ യുവർ വർക്ക് ആൻഡ് ലേബർ ഓഫ് ലവ്. ഇതെല്ലാം കർത്താവ് അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ കൊടുത്ത സ്നേഹം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വർക്ക് ദൈവം അറിഞ്ഞിരിക്കുന്നു. ഹാലേലുയ. കർത്താവ് വീണ്ടും അവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന 19 ഐ നോ ദൈ വർക്ക്സ് ആൻഡ് ചാരിറ്റി, നിങ്ങളുടെ ചാരിറ്റി. ഹാലേലുയ. അത് ദൈവം അറിഞ്ഞു. ഹാലേലുയ. ഈ ചർച്ച്, ഈ തൈത്തീര ചർച്ച് അതൊരു അഗാപ്പെ ലവ് ഉള്ള ഒരു ചർച്ചായിരുന്നു. ഹാലേലുയ. ഒരിക്കലൊരു പാവപ്പെട്ട വിധവ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രായമുള്ളവരല്ല, ഒരു മിഡിൽ ഏജ്ഡായിട്ടുള്ളൊരു വിധവ. ഹാലേലുയ. അവർ പോകുന്ന ചർച്ചിൽ ഒരു പാവപ്പെട്ട ബോയ് ഉണ്ടായിരുന്നു, ഒരു ചെറുക്കൻ. ഹാലേലുയ. അവന് ഒരു അനാഥനാണ്. ഹാലേലുയ. അവന് ഭക്ഷണം കഴിക്കാൻ കാശില്ല, പഠിക്കാൻ പൈസയില്ല, അവന് ഹാലിൽ മറ്റു തരത്തിലെല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ന് ഇവർ മനസ്സിലാക്കിയിട്ട് ഇവർ ഞായറാഴ്ച വരുമ്പോൾ അവരവരുടെ വീട്ടിൽ ഉണ്ടാക്കിയ ഒരു പൊതിച്ചോറ് ഇവന് കൊടുക്കും. എല്ലാ ഞായറാഴ്ചയും കൊടുക്കും. ഹാലേലുയ. പക്ഷെ അവർക്കറിയാം അതുകൊണ്ട് അവന് ഒരാഴ്ച കഴിയാൻ പറ്റുകയില്ല. പക്ഷെ അത് ഒരു 2-3 ദിവസത്തേക്ക്, അന്നത്തെ ദിവസം ഞായറാഴ്ചയും അതിൻ്റെ പിറ്റേ ദിവസത്തേക്കും അവന് തികയുമായിരിക്കാം. ഹാലേലുയ. അടുത്ത മറ്റുള്ള ദിവസത്തേക്ക് അവനുള്ള ഭക്ഷണത്തിനുള്ള ചെലവിനായി അവർ കുറച്ച് പൈസയും കൊടുത്തുകൊണ്ടിരുന്നു. ഹാലേലുയ. അവനെല്ലാ ഞായറാഴ്ചയും പള്ളിയിലും വരും, വളരെ വിശുദ്ധനായിട്ട് ജീവിച്ചു, അവന് പഠിച്ചു. ഹാലേലുയ. അവന് ഉന്നത വിദ്യാഭ്യാസം നേടി. ഹാലേലുയ. ഈ സമയം വരെയും ഒരു മനുഷ്യരും ഇത് അറിഞ്ഞിട്ടില്ല. ആ വാങ്ങിയ പയ്യനും ഈ വിധവയുമല്ലാതെ ആരും അറിഞ്ഞിട്ടില്ല.
അവർ സഹായിച്ചുകൊണ്ടേ ഇരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ നമുക്ക് മിച്ചം വരുന്ന 2-3 രൂപ നമുക്ക് മിച്ചം വരുന്നുവെങ്കിൽ നമ്മൾ അതെല്ലാം കൂട്ടി വെച്ചിട്ട് ഒന്നുമില്ല 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ നോക്കും, അല്ലെങ്കിൽ നമ്മളൊരു 5-6 ആടുകളെ മേടിച്ച് വളർത്താൻ നോക്കും, അല്ലെങ്കിൽ കോഴിയെ വളർത്താൻ നോക്കും. അതിൻ്റെ മുട്ട വിറ്റ് കുറച്ച് പൈസ നമുക്ക് എക്സ്ട്രാ കിട്ടും, അല്ലെങ്കിൽ പശുവിനെ മേടിച്ച് വളർത്തി അതിൻ്റെ പാല് വിറ്റ് കുറച്ച് പൈസ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഹല്ലേലൂയ നമ്മുടേതായ ഭാവി ജീവിതത്തിൽ, നമ്മുടെ വാർദ്ധക്യ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും വേണമല്ലോ, അതിനു വേണ്ടി നമ്മൾ അതിനു വേണ്ടി ചെയ്യും. നമ്മുടെ കൂടുതലൊന്നുമില്ല മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ. പക്ഷേ ഈ വിധവയുടെ കയ്യിൽ വേറൊന്നും അവർക്ക് വേണ്ടി അവർ കരുതിയില്ല. അവർ ഈ ബാലന് വേണ്ടി അവർക്കുണ്ടായിരുന്നത് എല്ലാം അവർ ഇവന് വേണ്ടി എല്ലാ ഞായറാഴ്ചയും വരുമ്പോൾ ഇവൻ ആലയത്തിൽ വരുമ്പോൾ ഇവന് ഭക്ഷണം പൊതിഞ്ഞു കെട്ടി കൊടുക്കും. ഹല്ലേലൂയ. പിന്നെ അവന് കുറച്ച് പൈസയും കൊടുത്തുകൊണ്ടിരുന്നു. ഒടുവിൽ ഇവൻ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയ ശേഷം ഇവന് ജോലിക്ക് പോകുന്നില്ല. ഇവൻ എന്താ ചെയ്തത്? ഇവൻ പോയി പാസ്റ്റർ ശുശ്രൂഷ ചെയ്യുവാനിടയായി തീർന്നു. ഇവനൊരു നല്ല അവിടെ അറിയപ്പെടുന്ന ഒരു വലിയ ശുശ്രൂഷകനായി മാറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇവൻ അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ വിധവ അവൾ കൊടുത്ത പൈസ ഒന്നും വേസ്റ്റായില്ല. ഒരുപക്ഷെ അവൾ ആഗ്രഹിച്ചാണ് ഇവനൊരു ജോലിയൊക്കെ കിട്ടിയ ശേഷം ഇവൻ അതുകൊണ്ട് തന്നെ സംരക്ഷിക്കുമെന്ന് കരുതി കാണാം. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു സ്വർഗീയ സംരക്ഷണം അവർക്ക് ലഭിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ വിധവ ചെയ്തത് ഏറ്റവും വലിയ ഒരു ഫ്രൂട്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മൾ മരം വാങ്ങിച്ച് നട്ട് അതിൽ നിന്ന് ഫ്രൂട്ട്സ് ലഭിക്കുന്നതിനേക്കാളും അത്യുത്തമമായ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തത്. അവർ ആ ഒരു ബാലനിലൂടെ അവൻ വളർന്ന് പാസ്റ്ററായപ്പോൾ അവൻ അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ, നല്ല വിശുദ്ധനായ ഒരു ശുശ്രൂഷകനായി അവൻ മാറുവാനും അതിലൂടെ ഈ വിധവയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളായി തീരുവാനും ഇടയായി തീർന്നു. അപ്പോൾ നമ്മൾ പണം മുടക്കുമ്പോൾ നമ്മൾ ഈ ദൈവവേലയ്ക്ക് ചെയ്യുന്ന ഒരു പണത്തിനും ഒരു നഷ്ടവും വരികയില്ല. ദൈവം പറഞ്ഞു, ഐ നോ ദൈ വർക്ക്സ്, നിൻ്റെ ചാരിറ്റി ഐ നോ. ഹല്ലേലൂയ. ദൈവം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾക്ക് അതുകൊണ്ട് ക്ഷീണങ്ങളുണ്ടാകും. പക്ഷെ ദൈവം കാണുമ്പോൾ നീ ചെയ്ത പ്രവൃത്തി അതേറ്റവും വലുതാ. ഹല്ലേലൂയ. അടുത്തതായി ദൈവം പറഞ്ഞത്, ഐ നോ ദൈ വർക്ക്സ്, ദൈ ചാരിറ്റി ആൻഡ് സർവീസ് ആൻഡ് ദൈ സർവീസ്. നിൻ്റെ സർവീസ് ഞാൻ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹാർട്ട് വില്ലിംഗ് ആയിട്ടുള്ള സർവീസ് നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, എന്താണ് അതിൻ്റെ അർത്ഥം? നാം ഒരു കൈത്താങ്ങൽ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ആ സഭയിലെ ശുശ്രൂഷകന് വലിയ പണമൊന്നുമില്ലാത്ത ഒരു വ്യക്തി ആയിരിക്കാം. ഹല്ലേലൂയ. തൻ്റെ ഭവനത്തെ നോക്കുവാനോ തൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനോ ഒന്നും പണവും പൈസയും ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു ശുശ്രൂഷകനായിരിക്കാം. അല്ലെങ്കിൽ അതുപോലെയുള്ള ഹല്ലേലൂയ അനേകർ കടന്നു വരുന്ന ഒരു സഭയായിരിക്കാം. ആ സഭയിൽ ഞായറാഴ്ച തോറും വരുവാനും ഭക്ഷണം കഴിക്കാനും ഒന്നും പൈസ ഇല്ലാതെ വിഷമിക്കുന്ന അനേകരുണ്ടായിരിക്കും. ഹല്ലേലൂയ. പക്ഷേ അവിടെ നീ ചെയ്ത നിൻ്റെ സർവീസ്, നിൻ്റെ ശുശ്രൂഷ, നിൻ്റെ കൈത്താങ്ങൽ ഐ നോ എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഇതുപോലെ അനേകരിത് ആരും അറിയാതെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാരുടെ സൈഡിൽ നിന്ന് സ്വന്തം ഭർത്താവ് പോലും അറിയാതെ അനേകർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒടുവിൽ ലോകപരമായി നമുക്കൊരു പ്രതിഫലവും ലഭിക്കുന്നുണ്ടാവുകയില്ലായിരിക്കാം ഹല്ലേലൂയ നമ്മൾ നോക്കുമ്പോൾ. പക്ഷേ ദൈവം പറയുന്നു, നീ ചെയ്തത് ശൂന്യമായി പോയില്ല, നീ ചെയ്ത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഐ നോ ദൈ സർവീസ്. മാത്യു 25:40 വായിക്കാമല്ലോ. രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിലൊരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. ഹല്ലേലൂയ. നോക്കുക, അവിടെ യേശു പറഞ്ഞിരിക്കുന്നു, ഹല്ലേലൂയ, എൻ്റെ ഏറ്റവും ചെറിയവരിൽ ഒരു സഹോദരനോട് നീ ചെയ്തിരിക്കുന്നത് എല്ലാം എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു എന്ന് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഈ സഭയിലുള്ള അപ്രകാരം സഹായം ചെയ്തിട്ടുള്ളവരെ ദൈവം കാണുന്നു. അടുത്തതായി ദൈവം പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, ഐ നോ ദൈ വർക്ക്, ദൈ ചാരിറ്റി ആൻഡ് ദൈ സർവീസ് ആൻഡ് ദൈ ഫെയ്ത്ത്. ഹല്ലേലൂയ. നിൻ്റെ വിശ്വാസം ഞാൻ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിൻ്റെ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് ഇൻ ഗോഡാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ആ ഒരു വിശ്വാസം, ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു വിശ്വാസത്തെയാണ് ദൈവമോടെ അനുമോദിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ.
അതുപോലെ ആ സഭയിലൊക്കെ ഒരുപാട് ട്രയൽസ് എല്ലാം വരുന്ന ഒരു സമയമാണ്, പീഡനങ്ങൾ വരുന്ന ഒരു സമയമാണ്. ആ പീഡനങ്ങൾ വരുന്ന സമയത്ത് ഹല്ലേലൂയ, നീ എൻ്റെ വിശ്വാസം കാത്ത് നീ എന്നോട് കൂടെ ഇരുന്നത് ഞാൻ അറിയുന്നു. പലപ്പോഴും ഈ പീഡനങ്ങൾ വരുമ്പോൾ പലരും തെറ്റിപ്പോകാനിടയായിത്തീരും. കർത്താവേ, നീ ഞങ്ങൾ സംരക്ഷിക്കാമെന്ന വാക്കുണ്ടല്ലോ, എന്നിട്ടും ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പീഡകൾ, ഈ കഷ്ടങ്ങൾ എന്തുകൊണ്ടാണ് കർത്താവേ എന്ന് പണ്ടുകാലം മുതലേ വിശുദ്ധന്മാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആവശ്യമില്ലാതെ കാരാഗൃഹത്തിലൊക്കെ പിടിച്ചിടുമ്പോൾ, ആവശ്യമില്ലാതെ പോലീസുകാർ ഉപദ്രവിക്കുമ്പോൾ, നാട്ടുകാർ ഉപദ്രവിക്കുമ്പോൾ, കല്ല് വെച്ചെറിയുമ്പോൾ, ഹല്ലേലൂയ, കർത്താവേ ഇത് എന്തിന് എന്ന് ഹല്ലേലൂയ നാം ചോദിച്ച് തളർന്നു പോകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സമയത്തൊക്കെയും നീ എൻ്റെ വിശ്വാസം, എന്നുള്ള വിശ്വാസം നീ കാത്തു സൂക്ഷിച്ചു സഭയെ. തൈത്തീരെ, നീ എന്നിലുള്ള വിശ്വാസം നീ സ്റ്റെഡ് ഫാസ്റ്റായിട്ട് നീ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ നീ കാത്തു സൂക്ഷിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അത് മറ്റുള്ളവർ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. നീ അനുഭവിച്ച പീഡനങ്ങളുടെ മധ്യത്തിൽ നിൻ്റെ തീരുമാനം, നിൻ്റെ ഉള്ളിലില്ല തീരുമാനം മറ്റാരും കണ്ടിട്ടില്ല. പക്ഷേ ഞാനത് അറിഞ്ഞു തൈത്തീരെ എന്ന് ദൈവം അവരോട് പറയുക. ഹല്ലേലൂയ. ഒരു കപ്പിത്താന് ഹല്ലേലൂയ, ഒരു വലിയ കൊടുങ്കാറ്റ് വന്നാൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുവാൻ അവന് കഴിയില്ല. പക്ഷേ അവന് വേണമെങ്കിൽ തൻ്റെ നങ്കൂരത്തെ അവന് വിശ്വസിച്ചുകൊണ്ട് ആ നങ്കൂരം ഇട്ടുകൊണ്ട് അവൻ്റെ ആ കപ്പലിനെ അവനെ നിയന്ത്രിക്കുവാൻ അവന് കഴിയും. ഹല്ലേലൂയ. അപ്പോൾ വലിയ കൊടുങ്കാറ്റ് വരുമ്പോൾ, ഹല്ലേലൂയ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ കൊണ്ടത് നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. പക്ഷേ നമ്മളെ നിയന്ത്രിക്കുന്ന ദൈവത്തിന് അത് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയും. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ അനുഭവിക്കുന്ന പീഡകൾ, ഹല്ലേലൂയ, ഇന്ന് പെന്തക്കോസ്ത് സഭ അനുഭവിക്കുന്നതിനേക്കാൾ അധികം കത്തോലിക്ക സഭയും അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പലപ്പോഴും കാണുന്ന കത്തോലിക്ക സഭ പീഡനം അനുഭവിക്കുമ്പോൾ അവർ പലപ്പോഴും വിളിച്ചു പറയുന്നത്, ഹല്ലേലൂയ, ഞങ്ങളല്ല പ്രശ്നക്കാരാ, കറുത്ത ബുക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന പെന്തക്കോസ്തുകാരാ പ്രശ്നക്കാരെ എന്ന് അവർ പലപ്പോഴും ഈ പീഡനം നടത്തുന്നവരോട് പറയാറുണ്ട്. പക്ഷേ അവരെത്രത്തോളം അങ്ങനെ വിളിച്ചു പറയുന്നുവോ അത്രത്തോളം പീഡനം അവർക്കും കൂടുതലായി ലഭിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയുന്നു, നിൻ്റെ വിശ്വാസം, നീ എന്നിലുള്ള നിൻ്റെ വിശ്വാസം, നിൻ്റെ ട്രസ്റ്റ്, എന്നിലുള്ള നിൻ്റെ ട്രസ്റ്റ് ഞാൻ കാണുന്നുവെന്ന് കർത്താവോട് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് കർത്താവ് പറയുന്നു, ഐ നോ ദൈ പേഷ്യൻസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ ആ പേഷ്യൻസ്, നിൻ്റെ എൻഡുറൻസ് ഞാൻ കണ്ടു എന്ന് കർത്താവ് അവിടെ പറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അത് ഈ പീഡനങ്ങൾ വന്നപ്പോൾ, പ്രശ്നങ്ങൾ, ദാരിദ്ര്യങ്ങൾ വന്നപ്പോൾ നീ വിട്ടുകളയാതെ, നീ ഗിവപ്പ് ചെയ്യാതെ, നീ ആത്മാവിൽ നിറഞ്ഞ് എന്നെ ആരാധിക്കുവാൻ തക്കവണ്ണം നീ കണ്ടിന്യൂസ് ചെയ്ത് നീ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരുന്നതെല്ലാം ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റാരും അറിഞ്ഞില്ലെങ്കിലും അത് ഞാൻ അറിയുന്നു എന്ന് കർത്താവ് ഇവിടെ പറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് ഹല്ലേലൂയ കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, ആറാമതായിട്ട് കർത്താവ് പറയുന്ന, ഐ നോ ദൈ പേഷ്യൻസ് ആൻഡ് ദൈ വർക്ക്സ് ആൻഡ് ദ ലാസ്റ്റ് ടു ബി മോർ ദാൻ ദ ഫസ്റ്റ്. ആദ്യത്തെക്കാളും അവസാനം നീ അത്, ഹല്ലേലൂയ, കാത്തു സൂക്ഷിച്ചു. ഹല്ലേലൂയ. ആദ്യത്തെക്കാളും അവസാനം നീ, സാധാരണ ആദ്യം നല്ല പ്രവൃത്തി അവസാനമാകുമ്പോഴത്തേക്കും തെറ്റിപ്പോകുന്ന പതിവ്. പക്ഷേ ഇവിടെ ഈ തൈത്തീര സഭ അവസാനത്തോളം, അവസാന സമയത്തും അവർ കർത്താവിനുള്ള സ്നേഹത്തിലും അവനുള്ള വിശ്വാസത്തിലും എല്ലാം അവർ പിടിച്ചു നിന്നത് കർത്താവോടെ അവരെ അഭിനന്ദിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ വിശ്വാസം നാൾ തോറും വർദ്ധിച്ച് അവർ വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തെ ആരാധിക്കുവാനുമെല്ലാം അവർക്കിടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രോവർബ് സദൃശ്യവാക്യം 4:18 ഒന്ന് വായിക്കാമല്ലോ. സദൃശ്യവാക്യം 4:18. അതിൻ്റെ ഇംഗ്ലീഷ് വായിച്ചോ അച്ഛാ? അച്ഛാ അതിൻ്റെ ഇംഗ്ലീഷ് വായിച്ചോ? Okay, so
4:18. Okay. Okay, here it is. But the path of the just is as the shining light, that shine more and more unto the perfect day. പെർഫെക്റ്റ് ഡേ. അവിടെ പെർഫെക്റ്റ് ഡേ എഴുതിയതിന് മലയാളത്തിലൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാൻ പറഞ്ഞത്. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീതിവാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരുന്നു. ഹല്ലേലൂയ. എന്നാൽ നീതിമാന്മാരുടെ പാത അത് നട്ടുച്ച വരെയല്ല, അതൊരു പെർഫെക്റ്റ് ഡേ മുഴുവനും ശോഭിച്ചു വരുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നീതിമാന്മാരുടെ പാത അതെപ്പോഴും ശോഭിച്ചു വരുന്നതായിട്ട് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഈ തൈത്തീര സഭയിലുള്ളവർ ഹല്ലേലൂയ ദൈവത്തോട് വളരെയധികം അടുത്ത് കഴിഞ്ഞ് ഇരുന്നവരാ. ഹല്ലേലൂയ. അത് ദൈവം അറിയുന്നു. അതാണ് ആ വാക്യത്തിൻ്റെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന, തൈത്തീര സഭയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൂതനെ എഴുതി അഗ്നിജാലയ്ക്കൊത്ത കണ്ണും ഉള്ളവനാണ്. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനാ. അവന് സകലതും അവൻ കാണുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തി ആരും അറിഞ്ഞിട്ടില്ല എന്ന് കരുതി നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ നല്ല പ്രവൃത്തികളും ഞാൻ കണ്ടിരിക്കുന്നു എന്ന് തൈത്തീര സഭയെ കർത്താവ് ആശ്വസിപ്പിക്കുക. അപ്പോൾ ഇത് ഇന്ന് ഈ തൈത്തീര സഭ പോലെയുള്ള സഭകൾ പലതുമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സഭകളിൽ അതുപോലെ പല സഭകളിലുമുണ്ട്. അപ്പോൾ നമ്മളൊക്കെയും അവരെ പോലെ ഇതാരും അറിയണ്ട എന്ന് കരുതി നമ്മൾ ചെയ്തിരിക്കുന്ന നന്മകൾ, നമ്മൾ ഓരോ ഭവനത്തിലും കടന്നുപോയി അവരോട് ദൈവവചനം പറഞ്ഞു. അവർ നമ്മളെ ആട്ടിക്കളഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെയും പല ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ വരണ്ട എന്ന് പറഞ്ഞ് ആട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി വന്നാൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും എന്നൊക്കെ നമ്മളോട് പണ്ടുകാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെയൊക്കെയും ചെയ്തിട്ടുള്ളവരുടെ ആ പ്രവൃത്തിയെ അത് ദൈവം അറിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരാരും അറിഞ്ഞില്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തു ഇതൊക്കെയും അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റാരും അറിയാതെ നമ്മൾ ചെയ്ത സഹായങ്ങൾ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ ചെയ്തിട്ടുള്ള സഹായങ്ങളൊക്കെയും പലരും ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതൊക്കെയും കർത്താവ് അറിയുന്നു. നാം പലരുടെയും ഭവനങ്ങളിൽ കടന്നുപോയി. ഹല്ലേലൂയ. രോഗികളായി കിടക്കുന്നവരെ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കഴിക്കുവാൻ നിവൃത്തിയില്ലാത്തവരെ നമ്മൾ സഭയായിട്ടൊക്കെ പോയി അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ളവരുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ പലരുമുണ്ട്. ഹല്ലേലൂയ. അതെല്ലാം ആരറിയുന്നു? നമ്മളുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഇതൊക്കെ കർത്താവ് ചെയ്തിട്ടും നമ്മൾ ചെയ്തു കൊടുത്തവർ നമ്മളെക്കാൾ വലിയ ആൾക്കാരാകുമ്പോൾ അവർ നമ്മളെ തിരിഞ്ഞു നോക്കിയെന്ന് വരികയില്ല. അതല്ല പ്രശ്നം. ഹല്ലേലൂയ. കർത്താവ് അറിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കർത്താവ് പറയുന്നു, അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, തൈത്തീര സഭയെ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തികളൊന്നും തന്നെ വൃഥാവായി പോയിട്ടില്ല. സകലതും ദൈവം അറിയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇനി അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. സമയം കുറവാണ്, എങ്കിലും 20-ാമത്തെ വാക്യം കൂടെ തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ. 20-ാമത്തെ വാക്യം അച്ഛൻ അത് വായിച്ചതാണ്. എങ്കിലും ഞാൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാതിരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇസബേൽ എന്ന ഒരു സ്ത്രീയെക്കുറിച്ച് കർത്താവ് ശാസിക്കുന്നു. ഹല്ലേലൂയ. ഈസബേലിനെ കുറിച്ച് പല ഒപ്പീനിയൻസ് അന്നത്തെ വിശുദ്ധന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. ഒന്നാമത്തെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ ജെസബേൽ എന്ന് പറയുന്ന സ്ത്രീ, ഹല്ലേലൂയ, അത് മിക്കവാറും ആ സഭയിലെ പാസ്റ്ററുടെ ഭാര്യയായിരിക്കും. ഹല്ലേലൂയ എന്നൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. കാരണം ഏത് സഭയിലെ പാസ്റ്ററുടെ ഭാര്യയ്ക്കും ആ സഭയിൽ ഒരു സ്വാധീനമുണ്ടല്ലോ. ആ ഒരു തെറ്റിദ്ധാരണ വെച്ചുകൊണ്ടാണ് അന്ന് അങ്ങനെ പലരും പറഞ്ഞത് അത് ആ സഭയിലെ പാസ്റ്ററുടെ ഭാര്യ ആയിരിക്കുമെന്ന്. എന്നാൽ ആ ഒരു അഭിപ്രായം പിന്നീട് അത് റിജക്റ്റ് ചെയ്യുവാനിടയായി തീർന്നു. ഇനി രണ്ടാമതൊരു അഭിപ്രായം പറയുന്നത്, അന്നത്തെ സഭ അന്നത്തെ ഈ ക്രിസ്ത്യൻ സഭ കൂടാതെ അവിടുത്തെ മെയിനായ സഭ എന്ന് പറയുന്നത് ടൈറംനസ് വർഷിപ്പ് നടത്തുന്ന ഒരു സഭയാണ്. ടൈറംനസ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോളോ ദേവനെ
ആരാധിക്കുന്ന ഒരു സഭയാണത്. ഹാലേലുയ. സൂര്യദേവനെ ആരാധിക്കുന്ന ഒരു സഭ. ഹാലേലുയ. ഈ ടൈറന്നസ് വർഷിപ്പ് നടത്തുന്നവർ ആ കൂട്ടത്തിൽ ആ എംപറർ വർഷിപ്പും കൂടി അവിടെ നടത്തിക്കൊണ്ടിരുന്നിരുന്നു. ഹാലേലുയ. അപ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്ന് അവർക്ക് നല്ല സപ്പോർട്ടുണ്ട്. കാരണം അവർ എംപറർ വർഷിപ്പ് ഇവിടെ നടത്തുന്നുള്ളത് കൊണ്ട് ഈ ടൈറന്നസ് വർഷിപ്പ് ഒന്നാമത് ഗ്രീക്കുകാർക്ക് പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോളോ ദേവനെ, സൂര്യദേവനൊക്കെ ആരാധിക്കുക എന്നുള്ളത്. ആ ഒരു വർഷിപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വർഷിപ്പിൻ്റെ പ്രധാന അതിൻ്റെ കണ്ടൻസ്, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പ്രവചനം പറയുക എന്നുള്ളതാണ്. ഹാലേലുയ. അവിടെ ഈ ഒറാക്കിൾസ്, ദുർമന്ത്രവാദികൾ ഒക്കെയും ഈ സഭയിൽ വരുമായിരുന്നു. അപ്പോൾ ഈ ദുർമന്ത്രവാദികൾ മുഖാന്തരമുള്ള പ്രവചന ശുശ്രൂഷ ഈ സഭയിലുണ്ട്. അത് കേൾക്കുവാൻ ഒരുപാട് പേര് അങ്ങോട്ട് പോകും. ഹാലേലുയ. അങ്ങനെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒറാക്കിൾ സംബ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. സാംബ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. ഇവരുടെ ഈ പ്രവചനങ്ങൾ കേൾക്കുവാൻ ഈ സഭയിൽ ഒരുപാട് പേര് കടന്നു ചെല്ലുമായിരുന്നു. അവർ വളരെ അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ് സാംബ. അപ്പോൾ രണ്ടാമത്തെ ഒരു അഭിപ്രായം, ഈ ഇസബേൽ എന്ന് പറയുന്നത് ഈ ഒറാക്കിൾ സാംബ ആണ് എന്നുള്ളതാണ്. കാരണം അവർ തീർച്ചയായിട്ടും പൈശാചിക ശക്തികൾ കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അവർ കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവരല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവമെന്ന് കരുതാത്തവരൊക്കെയും പിശാചിൻ്റെ സന്തതികളാണ്. അങ്ങനെയല്ലേ വചനം പറയുന്നത്. ഹാലേലുയ. അപ്പോൾ ഇവരാണ് ഒരു പ്രചരണമുണ്ടായിരുന്നു. അതും ഒടുവിൽ റിജക്റ്റ് ചെയ്തു. അങ്ങനെയല്ല എന്ന് പറയുവാനിടയായിത്തീർന്നു. മൂന്നാമത് ഈ ഇസബേൽ എന്ന് പറയുന്നത് ലിഡിയ, ഫിലിപ്പിയിൽ നിന്ന് വരുന്ന ലിഡിയ സാധനങ്ങളൊക്കെ വാങ്ങുവാൻ വരുമ്പോൾ ഹാലേലുയ അവളിൽ ഒരു പൈശാചിക ശക്തി ഉണ്ടായിരുന്നു. ഇവള് ഒരുപാട് വലിയ സമ്പത്തുള്ളവളായതുകൊണ്ട് അനേക ധനവാന്മാരുമായിട്ടും അവിടുത്തെ പ്രഭുക്കന്മാരുമായിട്ടും അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിട്ടും നല്ല ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് ഇവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുവാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് ഇത് ലിഡിയ ആയിരിക്കുമെന്ന ഒരു പ്രചരണം അവിടെ ഉണ്ടായി. എന്നാൽ അത് പിന്നീട് വിശുദ്ധന്മാർ തന്നെ അത് റിജക്റ്റ് ചെയ്യുവാനിടയായിത്തീർന്നു. പിന്നീട് പറയുന്നത് ഒറിജിനൽ ജെസബേൽ തന്നെയാണ്. ഹാലേലുയ. ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ആ ജെസബേൽ ഉണ്ടല്ലോ, അവൾ തന്നെ, അവളല്ല, അവളുടെ ആ സ്പിരിറ്റ് ആണ് എന്ന് പറയുവാനിടയായിത്തീർന്നു. ഈ ഇസബേലിനെ കുറിച്ച് പറഞ്ഞാൽ അവൾ ഒരു അസ്തേരത്ത് പുരോഹിതനായിരുന്ന യദ്ബാലൊടുവിൽ അവന് മുമ്പിലുണ്ടായിരുന്ന ആ പ്രീസ്റ്റിനെ തന്ത്രപൂർവ്വം കൊന്ന് ആ രാജ്യത്തിൻ്റെ സീദോൻ്റെ രാജാവായി തീരുവാനും ഇടയായിത്തീർന്നു. അവിടെ മെയിനായ പ്രീസ്റ്റാണ് ആ രാജ്യത്തെ രാജാവായി തീരുന്നത്. അങ്ങനെ ഈ ഇദ്ബാൽ ആ രാജ്യത്തെ സീദോൻ്റെ രാജാവായിരുന്ന ആ ഇദ്ബാലിൻ്റെ മകളായ ഇസബേൽ ആഹാബിനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് ഇസ്രായേലിലേക്ക് വന്നപ്പോൾ അവരുടെ അസ്തോരത്ത് പ്രവാചകന്മാർ 400 അസ്തോരത്ത് പ്രവാചകന്മാരും 450 ബാൽ പ്രവാചകരും ഉണ്ടായിരുന്നു. ഹാലേലുയ. അപ്പോൾ ഈ ഈസബേൽ അവളൊരു ദുർമന്ത്രവാദിനി തന്നെ ആയിരുന്നുവല്ലോ. ഹാലേലുയ. അവൾ കൊലപാതകിയായിരുന്നു. അവൾ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം തൻ്റെ ഭർത്താവിന് വാങ്ങിച്ചു കൊടുക്കേണ്ടതിന് വേണ്ടി അവൾ നാബോത്തിനെ ഏതെല്ലാം ചതിയിലൂടെയാണ് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് ഇവൻ രാജാവിനെ നിന്ദിക്കുന്നവരെ കൊല്ലണം. ഹാലേലുയ. അങ്ങനെ പറയിപ്പിച്ച് കള്ളസാക്ഷി പറയിപ്പിച്ച് സാധുവായ നാബോത്തിനെ ജനങ്ങളെ കൊണ്ട് കൊല്ലിക്കുവാൻ ഇടയായിത്തീർന്നു. ഹാലേലുയ. അപ്രകാരമുള്ള ഒരു ദുരാത്മാവ് അവളിൽ ഈ ഇമ്മോറൽ ട്രാഫിക് ഉണ്ടായിരുന്നവളാണ്. ഹാലേലുയ. അത്തരത്തിലുള്ള അവളുടെ ആ സ്പിരിറ്റ് ഈ തൈത്തീര സഭയിൽ വ്യാപരിച്ചിരുന്നു. ആ സ്പിരിറ്റിനെ പല ദൈവദാസന്മാരും പല ദൈവമക്കളും ഒടുവിൽ അടിമയായി തീരുവാൻ ഈടെയായി തീർന്നു. ഹാലേലുയ. കർത്താവ് അതിനെയാണ് ശാസിച്ചത്. ഹാലേലുയ. ഇസബേലിൻ്റെ ഹാലേലുയ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും എൻ്റെ ദാസന്മാർ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ഹാലേലുയ. ഇത് ഇന്നും ഈ ഒരു സ്പിരിറ്റ് എല്ലാ സഭകളിലും, പ്രത്യേകിച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള സഭകളിൽ ഇത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഹാലേലുയ. ഈ സ്പിരിറ്റ് വ്യാപരിച്ചു എങ്കിൽ മാത്രമേ സഭ ഫേമസ് ആവുകയുള്ളൂ. ഹാലേലുയ. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള സഭയിലൊക്കെയും ഈ ഇസബേലിൻ്റെ സ്പിരിറ്റ് ഇന്നും വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നാം വളരെ ശ്രദ്ധ ഉള്ളവർ ആയിരിക്കണം. ഹാലേലുയ.
ഒരു ബേക്കർ, അദ്ദേഹം എപ്പോഴും നല്ല ബ്രെഡാണ്, വളരെ പേരുകേട്ട ഒരു ബേക്കറാണ്, നല്ല ബ്രെഡാണ്. ആ കടയിൽ പോയി ബ്രെഡ് മേടിക്കാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. പക്ഷെ ഒരു ദിവസം അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം ബേക്ക് ചെയ്യാൻ പോകുന്ന ബ്രെഡിൻ്റെ അതിനുപയോഗിക്കുന്ന മൈദയ്ക്കകത്ത് എങ്ങനെയോ പോയിസൺ വന്നു പോയി. ഹല്ലേലൂയ. ഇത് നല്ല ബ്രെഡാണ് എന്ന് കരുതി എല്ലാവരും പതിവായി വാങ്ങുന്നവരെല്ലാം വാങ്ങിച്ച് കഴിച്ചു. അവരെല്ലാം വലിയ രോഗത്തിന് അടിമകളായി തീരുവാനും ഈയിടെയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതായ ഒരു വലിയൊരു കാലഘട്ടത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. നാം എന്ത് ചെയ്താലും ഹല്ലേലൂയ ബ്രെഡ് കഴിക്കുന്നതിലല്ല, ഹല്ലേലൂയ നാം ഈ ഈസബേൽ സ്പിരിറ്റ് വ്യാപരിക്കുന്ന ഈ ലോകത്ത് ഈ സഭകളിൽ ഹല്ലേലൂയ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെയും ഉദ്ബോധിപ്പിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നാം വിശുദ്ധിക്കായിട്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട, വില കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടി, വിശുദ്ധി നിലനിർത്തുന്നതിന് വേണ്ടി നാം മറ്റൊരു കോംപ്രമൈസിലേക്ക് പോകാൻ ഇടവരരുത്. ഹല്ലേലൂയ. ഒരു കോംപ്രമൈസിൽ നാം ഇടപെടാതെ വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്ത് നിൽക്കുവാൻ നാം തയ്യാറാകണം. അതിനായി നാം ഉപവസിക്കുകയും ഹല്ലേലൂയ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായി തീരണം. എങ്കിൽ മാത്രമേ ആ കാര്യത്തിലും ഹല്ലേലൂയ ഈസബേലിൻ്റെ സ്പിരിറ്റിൻ്റെ കാര്യത്തിലും ദൈവത്തിൻ്റെ അനുകൂലമായ ഒരു അഭിനന്ദനം നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീരുകയുള്ളൂ. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു വാച്ച്മാന് തൻ്റെ യജമാനൻ്റെ ഫാമിലേക്ക് ഒരു ചെറിയ പാമ്പ് കയറിപ്പോകുന്നത് കണ്ടു. ഹല്ലേലൂയ. യജമാനോട് അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു, യജമാനെ ഒരു ചെറിയ പാമ്പ് ഫാമിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യജമാനൻ പറഞ്ഞു, ഞാനും കണ്ടിട്ടുണ്ട്, അതൊരു ചെറുതല്ലേ, സാരമില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ആ പാമ്പ് അവിടെ കിടന്ന് 2-3 ആഴ്ച കൊണ്ട് അത് വളർന്ന് അത് പ്രസവിച്ച് കുഞ്ഞുങ്ങളുമായി ഹല്ലേലൂയ ഒടുവിൽ ഈ യജമാനൻ്റെ ഫാമിലുണ്ടായിരുന്ന ആടുകളെയും പശുവിനെയും എല്ലാം കടിച്ച് ഹല്ലേലൂയ വിഷം ചെന്ന് അതുങ്ങൾ മരിച്ചു പോകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ പാമ്പ് ചെറുതാണെങ്കിലും ഹല്ലേലൂയ എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? പാപം ചെറുത്, സാരമില്ല എന്നൊക്കെ തോന്നും. ഒരു സിഗരറ്റ് വലിച്ചതല്ലേ, അല്ലെങ്കിൽ ഒരു സ്വല്പം മദ്യം കഴിച്ചതല്ലേ, ഹല്ലേലൂയ അല്ലെങ്കിൽ കണ്ണറിയാതെ ഒന്ന് മാറിപ്പോയതല്ലേ, ഇതൊക്കെ ഒരു ചെറിയ പാപമായിട്ട് തോന്നുന്നു. എങ്കിലും ഈ പാപം വളരുവാൻ ഇടയായി തീരും. ഒടുവിൽ അത് ഹല്ലേലൂയ നമ്മെ തന്നെ തിരിഞ്ഞു കൊത്തുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ഈസബേലിൻ്റെ സ്പിരിറ്റ് വ്യാപരിക്കുന്ന ഈ ലോകത്ത് ഹല്ലേലൂയ ഇതൊക്കെയും ഹല്ലേലൂയ സഭ ഫേമസ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന സഭയിലൊക്കെയും ഈ സ്പിരിറ്റ് ഉണ്ട്. ഹല്ലേലൂയ. ഈ സ്പിരിറ്റ് വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പതിവായിട്ടുള്ള മാസം തോറുമുള്ള നമ്മുടെ സഭയായിട്ടുള്ള ഉപവാസ പ്രാർത്ഥന നമുക്ക് തുടർന്നുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി തീർന്നുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ സഭയിൽ വരുന്ന എല്ലാവർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരായി, എല്ലാ കുടുംബത്തിനുമായി നാം പ്രാർത്ഥിക്കുന്നവരായി മാറാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈസബേൽ സ്പിരിറ്റിനെ നമുക്ക് ശാസിച്ച് പുറന്തള്ളാം. അതിനുള്ള ശക്തി ദൈവം നമുക്ക് നൽകട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തെ അവസാനിപ്പിക്കുന്നു. സ്തോത്രം. ആമേൻ.